ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സ്വന്തം കല്യാണം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ബിസി ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വ്ളോഗിനുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആർക്കും ഈ എടുത്ത വീഡിയോസൊക്കെ പാടെ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോക്ക് അതിനനുസരിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാകുള്ളൂ. ഇതിനു മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതെൻ്റെ സെക്കൻഡ് മാരേജ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ 12 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ബ്രൈഡ് ആവാൻ പോവുകയാണ്. സാധാരണ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ് ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും സെക്കൻഡ് മാരേജിലും ഇങ്ങനെ കടിച്ചു പൊളിക്കാൻ പറ്റുന്നുണ്ടാവുക എന്നുള്ളത്. അതിനുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോസിലേക്ക് കാണാൻ പോകുന്നത്. എൻ്റെ ഫാമിലീസ് ആയിക്കോട്ടെ, കസിൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഒക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എല്ലാ ഫംഗ്ഷൻ്റെ വീഡിയോസും കുറേശ്ശെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സെപ്റ്റംബർ 3-നായിരുന്നു എൻഗേജ്മെൻറ്റ്. സെപ്റ്റംബർ 4-ന് വൈകിട്ടായിരുന്നു നമ്മൾ ആ ഒരു പച്ച സാരി എടുത്തിട്ടുള്ള ഒരു മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇതിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതേ ഉള്ളൂ. പിന്നെ സെപ്റ്റംബർ 5-ാം തീയതിയാണ് നമ്മൾ ബാക്കി പരിപാടീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് ഒരു 5:30 to 6:30 വരെ നമ്മൾ ഹൽദി പരിപാടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7:30 മുതൽ ഒരു 8:30-9 മണി വരെയാണ് നമ്മൾ കല്യാണ രാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ അറബിക് നൈറ്റിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കലാശക്കൊട്ടായിട്ട് നമ്മൾ ഫാമിലീസിൻ്റെ വക കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനെടുത്ത വീഡിയോസ് അല്ല, ആരൊക്കെ എടുത്ത വീഡിയോസാണ്. ഏതായാലും നമ്മൾ എൽഹം ബേബി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ എടുക്കണം. ഏത് ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഏത് ഡാൻസ് കളിക്കുകയാണെങ്കിലും എടുക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
നമ്മുടെ തലേന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അജുവിൻ്റെ പണിയാണ് ഈ ഒരു പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഞാനും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു മാരേജ് ഇതുപോലെയൊക്കെ കഴിയും എന്നുള്ളത്. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ വീഡിയോ കാണാം. അങ്ങനെ സെപ്റ്റംബർ 6 രാവിലെ ഒരു 9:30 സമയത്തായിരുന്നു നിക്കാഹ് നടന്നിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് ഒരു 4 to 8 വരെയായിരുന്നു നമ്മുടെ റിസപ്ഷൻ. നമ്മളെ വീട്ടിൽ മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 8 ആയിരുന്നു. കാരണം വെള്ളിയാഴ്ചയാണ് നമ്മുടെ പരിപാടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശനി കഴിഞ്ഞ് ഞായറാഴ്ചയാണ് നമ്മൾ എല്ലാവർക്കും ഒരു ഫംഗ്ഷന് വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ എക്സാം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു സൺഡേ നോക്കിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേ ദിവസം പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വളരെ അടുത്ത കുറച്ച് റിലേറ്റീവ്സിനും പിന്നെ നമ്മുടെ കുറച്ച് അയൽവാസികൾ അങ്ങനെ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തലേന്ന് അങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജഷീലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ജംഷീറിൻ്റെയാണ് ഈ റോളക്സ് ഇവൻ്റ് ആൻഡ് കാറ്റേഴ്സ്. അപ്പോൾ അവരെടുത്തിട്ടുള്ള വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിക്കാഹിൻ്റെയും റിസപ്ഷൻ്റെയും ഒക്കെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സെക്കൻഡ് മാരേജ് ഇതുപോലെ ഭയങ്കര ഉഷാറായിട്ട് ഇതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു നിക്കാഹ് മാത്രമേ ഇനിയിപ്പോൾ മാരേജ് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയ പാർട്ട്ണർ എൻ്റെ സെയിം വൈബായതുകൊണ്ട് പരിപാടികളൊക്കെ ഇങ്ങനെ ഉഷാറായി. ഇനി അടുത്ത വീഡിയോ സെപ്റ്റംബർ 8 നമ്മളെ വീട്ടിലത്തെ ഫംഗ്ഷൻ്റെ വീഡിയോ ആണ്. ചിരിക്കുന്ന മുഖങ്ങൾ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതിപ്പോൾ എത്ര സങ്കടങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് പുറത്തതുപോലെ ചിരിച്ച് നടക്കുക, എല്ലാവരുടെയും ഹാപ്പിനെസ്സിനാണ് ഞാൻ കൂടുതലായിട്ടും പ്രാധാന്യം എന്നും കൊടുത്തിട്ടുള്ളത്. ഈ ഫങ്ഷൻസ് നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വളരെ ഇമോഷണലായിട്ട് വളരെ വീക്കായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ജഷീലാണ്. എന്നും ഈ സപ്പോർട്ടും സ്നേഹവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. See my next video. Thank you for watching.